ആശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരു കടൽ തീരത്ത് ഒരു സായാഹ്ന സമയത്ത് വൃദ്ധനായൊരു മനുഷ്യൻ വെറുതെ കാറ്റുകൊള്ളാനായി നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അധികം ദൂരത്തല്ലാതെ ഒരു ചെറിയ കുട്ടി തുള്ളിക്കളിക്കുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചെറിയ ബാലൻ ചാടുകയും ഓടുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അടുത്ത് ചെന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, നിനക്കെന്താ ഇത്ര വലിയ സന്തോഷം? നീ എന്താണ് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത്? നിനക്ക് വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ആ കുട്ടി തൻ്റെ കയ്യിലിരുന്നതായ ഒരു ചരട് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് അത് പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ചരട് കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇതൊരു വെറും ചരടല്ല, ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു പട്ടമുണ്ട്. ആ പട്ടം നോക്കത്താ ദൂരത്തിൽ, ഒട്ടും തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത അത്ര ഉയരത്തിൽ ആ പട്ടം പറന്നു നടക്കുന്നു. അദ്ദേഹം മുകളിലേക്ക് നോക്കി, ഒരു നിലയിലും ആ പട്ടത്തെ കാണാൻ സാധിക്കുന്നില്ല, അത്രമാത്രം അത് ഉയരത്തിലാണ്. എന്നാൽ അങ്ങ് വളരെ ഉയരത്തിൽ ആ പട്ടം പാറി നടക്കുന്നത് ഈ ചരടിൽ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ആ കുട്ടി ചാടി തുള്ളി സന്തോഷിച്ചതുപോലെ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വലിയ സന്തോഷമുണ്ടായി. കാരണം നോക്കത്താ ദൂരത്തിൽ ആ പട്ടം പാറി നടക്കുന്നത് ഈ ചരടിൽ പിടിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പട്ടവുമായിട്ടുള്ള ഒരു ബന്ധം വാസ്തവത്തിൽ സന്തോഷപ്രദമായിരുന്നു. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും? വലിയവനായ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. നാം തനിയല്ല എന്നുള്ളതായ വലിയ ബോധ്യം നമുക്ക് നൽകി തരുന്നത് സർവാധികാരിയായ സർവവ്യാപിയായ ഈ വലിയവനായ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഇടയാകുക എന്ന് പറയുന്നത് എത്രയോ വിശേഷതയേറിയ ഒരു കാര്യമാണ്. അതിപരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ കേവലം പാപികളായ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ദൈവവചനം ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വീണ്ടും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയുള്ള യാഗമായിരുന്നു എന്ന് ദൈവവചനം നമ്മെ കാണിച്ചു തരികയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിപാവനമായ രക്തം സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ മറുവിലയായി ദൈവനീതിയുടെ മുൻപാകെ ഒഴുക്കപ്പെട്ട രക്തമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ജീവരക്ഷ ലഭിക്കുന്നു. വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ നമുക്കിടയായിത്തീരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ ദൈവത്തെ കാണുവാനായി മനുഷ്യരൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? നേർച്ച കാഴ്ചകളും പുണ്യസ്ഥല സന്ദർശനങ്ങളും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്വയം മുറിവേൽപ്പിച്ച് ദൈവത്തെ കാണുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അപരിഷ്കൃതമായ പല രീതികളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനും ആരാധിക്കുവാനും ശ്രമിക്കുന്ന ധാരാളം ആളുകൾ അധിവസിക്കുന്ന ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മുടെ യാതൊരു പ്രവൃത്തികളുമല്ല നമ്മെ ദൈവമക്കളാക്കുന്നത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളത്തിൽ സ്വീകരിച്ച് വലിയവനായ ദൈവവുമായി നിരന്തര ബന്ധമുണ്ടാകുവാൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ എല്ലാവരും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് വരുവാൻ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ആപത്ത് വേളകളിൽ ആശ്വാസമരുളിത്തരും ആപത്ത് വേളകളിൽ ആശ്വാസമരുളിത്തരും ഭാരത്താൽ വലഞ്ഞിടുമ്പോ കരങ്ങളിൽ വഹിക്കുന്നേശു. ഭാരത്താൽ വലഞ്ഞിടുമ്പോ കരങ്ങളിൽ വഹിക്കുന്നേശു. സ്നേഹച്ചങ്ങലയാ നാഥൻ എന്നെ ബന്ധിച്ചു. സ്വന്ത ചുമലിൽ ദിനവും വഹിച്ചിടുന്നു.